ഹലോ ഗൈസ്, നാവിൽ വെച്ച് അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയട നമുക്കിന്ന് ഉണ്ടാക്കിയാലോ. ഇലയട എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാൽ ഈ ഒരു റെസിപ്പി വെച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ശർക്കര അതിലേക്ക്, ശർക്കര ചിരകിയെടുത്ത ശർക്കര കേട്ടോ, ശർക്കര ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ പൊടിച്ചെടുത്ത ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചെടുത്ത ആ പൊടിയൊന്ന് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചിരകിയത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക. വല്ലാണ്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ചെയ്യുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ ഗ്യാസ്. അതിനുശേഷം പിന്നെ ഇലയട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മാവോ നിങ്ങൾ അരിപ്പൊടിയോ മൈദയോ വെച്ച് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മിക്സിലേക്ക്, ആ മാവിലേക്ക് ഈ ഒരു മിക്സ് കൂടെ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ആവി വരുമ്പോഴുള്ള ആ മണം ഉണ്ടല്ലോ മക്കളെ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിന്നിപ്പോൾ ഇവിടെ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആവി വന്നപ്പം നെയ്യിൻ്റെയും ശർക്കരയുടെയും ഏലക്ക ജീരക പൊടിയുടെയൊക്കെ മണം ഇങ്ങനെ ഇവിടെ പറന്ന് നടക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യാനും മറക്കരുത്. Happy birthday to you. Happy birthday to you, Chunjusi. Happy birthday to you. Happy birthday to you. വാങ്ങിക്കോ കുഞ്ചൂസ് വാങ്ങിക്കോ. എങ്ങനെയുണ്ട്? അടിപൊളി.